നമ്മൾ ഈ പോകുന്നത് പാലക്കാട് മണ്ഡലത്തിലേക്കാണ്. പാലക്കാടിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. തൃശ്ശൂരിൻ്റെ അത്രയില്ല എങ്കിൽ പോലും BJP ഏറെ പ്രതീക്ഷ പുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. ത്രികോണ പോരാട്ടം എന്ന് പറയാൻ 2 ലക്ഷത്തിന് മുകളിൽ വോട്ട് BJP പിടിക്കുന്ന മണ്ഡലമാണ്. പക്ഷേ അവിടെ അത്യുഷ്ണത്തിൽ ആ ജില്ല ഒട്ടാകെ വെന്തുരുകയാണ്. 4 ദിവസമായി 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് അവിടെ താപനില. ഇനി അറിയിപ്പുണ്ടാകുന്നതുവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കരുതെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയ ഒരു ജില്ല കൂടിയാണ്. പാലക്കാട് മണ്ഡലത്തിൽ 73.37% വോട്ടുകളാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. 2019 77.62 ആയിരുന്നു. ഏതാണ്ട് 4-4.5% കുറവ് വോട്ട് പാലക്കാട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാടിളക്കി പ്രചരണം നടത്തിയിട്ടും എന്തുകൊണ്ട് പോളിംഗ് കുറഞ്ഞു വന്നതാണ് മുന്നണികളുടെ ആശങ്ക. പാലക്കാടെ ഉഷ്ണതരംഗം തിരിച്ചടിച്ചുവെന്നാണ് മുന്നണികൾ കരുതുന്നത്. അതേസമയം പോളിംഗ് കണക്ക് കുറഞ്ഞത് തങ്ങൾക്ക് ഗുണകരമായെന്നാണ് ഇടത് ക്യാമ്പ് വിലയിരുത്തുന്നത്. നമുക്കറിയാം, പരമ്പരാഗതമായി ഇടതിനോട് കൂടുതലായി ആഭിമുഖ്യം പുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. CPM ശക്തി കേന്ദ്രങ്ങളായ ഷൊർണൂർ, ഒറ്റപ്പാലം, മലമ്പുഴ, കോങ്ങാട് മേഖലയിലെ പോളിംഗ് കണക്കുകൾ പ്രതീക്ഷ നൽകുന്നതാണെന്നും LDF വിലയിരുത്തുന്നു. അതേസമയം ശക്തി കേന്ദ്രങ്ങളായ മണ്ണാർക്കാട്ടെയും പാലക്കാട്ടെയും പോളിംഗ് കണക്കിലാണ് UDFിൻ്റെ പ്രതീക്ഷ. ഷൊർണൂർ മുൻ നഗരസഭാ കൗൺസിലറായിരുന്ന VK ശ്രീകണ്ഠൻ അതുകൊണ്ട് തന്നെ ഇവിടെ പോളിംഗ് ശതമാനം ഉയർന്നത് ഫലം അനുകൂലമാക്കുമെന്നും കരുതുന്നു. അതേസമയം പ്രധാനമന്ത്രി അടക്കം എത്തി നടത്തിയ പ്രചരണം NDAയുടെ വോട്ട് ഉയർത്തും എന്നാണ് BJPയുടെ പ്രതീക്ഷ. സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള മണ്ഡലമാണ് പാലക്കാട്. മോദി ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്ന സ്ത്രീകളുടെ വോട്ട് തങ്ങളുടെ പെട്ടിയിൽ വീണിട്ടുണ്ടെന്ന് നേതൃത്വം കരുതുന്നു. ഏതായാലും ജനങ്ങളുടെ മനസ്സിൽ എന്താണെന്നറിയാൻ നമുക്ക് ദിവസങ്ങളിൽ ഇനി കാത്തിരിക്കേണ്ടി വരും. വിനേഷ് കുമാർ അവിടെയുണ്ട്. വിനേഷ്, പാലക്കാട് അട്ടിമറി വിജയം കഴിഞ്ഞ തവണ VK ശ്രീകണ്ഠൻ നേടിയ ഒരു മണ്ഡലമാണ്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ ഒരുപാട് വിലയിരുത്തുകയാണ്. ശ്രീകണ്ഠൻ അവിടെ ജനകീയനാണ്. ഒപ്പം വിജയരാഘവൻ എന്ന വളരെ പ്രധാനപ്പെട്ട കരുത്തിനെ ഇറക്കിയാണ് അവിടെ പോരാട്ടം നടത്തിയത്. പ്രചരണകാലം മുഴുവൻ വിനേഷ് അവിടെ റിപ്പോർട്ട് ചെയ്ത ആളാണ്. BJPയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും അവിടുത്തെ ഓരോ വോട്ടർമാരെയും നേരിട്ടറിയാവുന്ന ആളാണ്. അങ്ങനെ പ്രചണ്ഡമായ പ്രചരണകാലത്തിന് ശേഷം, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ളൊരു വിലയിരുത്തൽ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ കക്ഷികളുടെ ഒരു കണക്കുകൂട്ടലിലേക്ക്? ഇപ്പോഴെന്തായാലും 3 മുന്നണികളും എത്തിക്കാണുമല്ലോ. രഞ്ജിത്ത്, പാലക്കാടിൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇടതുപക്ഷത്തിനോട് ആഭിമുഖ്യം പുലർത്തി വരുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് അത്. കഴിഞ്ഞ കുറച്ച് കാലമല്ല, നമുക്കൊരു 90കൾക്ക് ഇപ്പുറം ഈ മണ്ഡല പുനർനിർണ്ണയമൊക്കെ നടത്തിയതിന് ശേഷം കൃത്യമായൊരു ഇടത് കോട്ട എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് VK ശ്രീകണ്ഠൻ, UDFിലെ VK ശ്രീകണ്ഠൻ ഇവിടെ അട്ടിമറി വിജയം തന്നെ നേടുകയായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അന്നത്തെ VK ശ്രീകണ്ഠന്റെ വിജയത്തിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തായാലും ആ ഒരു സാഹചര്യവും ആ ഒരു ട്രെൻഡും ഇന്നില്ല എന്ന് LDF വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ LDF വലിയൊരു വിജയപ്രതീക്ഷ ഇവിടെ വെക്കുന്നുണ്ട്. കാരണം ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് തൊട്ട് മുമ്പ് തന്നെ, അവിടെ സ്ഥാനാർത്ഥി നിർണയിക്കുന്നതിന് മുമ്പ് തന്നെ അടിത്തട്ടിൽ നന്നായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു LDF, പ്രത്യേകിച്ച് CPM നന്നായി. പിന്നെ സ്ഥാനാർത്ഥി വിജയരാഘവൻ എത്തിയതോടുകൂടി കൂടുതൽ ഊർജ്ജസ്വലമായി തന്നെ CPMഉം അതുപോലെ തന്നെ LDF മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ തവണ നമുക്കറിയാം, കഴിഞ്ഞ തവണ VK ശ്രീകണ്ഠനോട് MP രാജേഷ് തോറ്റൊരു സാഹചര്യം. അതിലൊന്ന് ഈ 2-3 കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമായ കാരണം എടുത്തു പറയുകയാണെങ്കിൽ, അന്ന് ഈ PK ശശി, CPM നേതാവായ PK ശശി ലൈംഗിക അപവാദ കേസിൽ കുടുങ്ങുകയും ലൈംഗിക പീഡന കേസിൽ കുടുങ്ങുകയും പാർട്ടിയിൽ വലിയ ചർച്ചയാകുകയും ചെയ്ത സമയത്ത് അന്നത്തെ MP രാജേഷും അതുപോലെ തന്നെ MP രാജേഷിന്റെ ഭാര്യ സഹോദരനായ നിതിൻ കണിച്ചേരി, ഈ CPMലെ പ്രമുഖ നേതാവായ നിതിൻ കണിച്ചേരി ഉൾപ്പെടെയുള്ളവർ PK ശശിക്കെതിരെ അന്ന് രംഗത്ത് വന്നിരുന്നു. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ PK ശശി MP രാജേഷിനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു നീക്കം, അണിയറയിൽ അത്തരത്തിലുള്ളൊരു നീക്കം നടത്തി. ചില അടിയൊഴുക്കുകൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം അതാണ്. മറ്റൊന്ന്, രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവ്. ഇനിയൊന്ന് ശബരിമല വിഷയം. ഈ ശബരിമല വിഷയമെല്ലാം പാലക്കാട് പോലൊരു സ്ഥലത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വിഷയം കൂടിയായിരുന്നു. ഇത്തരം കാരണങ്ങളായിരുന്നു അന്ന് VK ശ്രീകണ്ഠന് അട്ടിമറി വിജയം നേടാൻ കാരണമായത്. പക്ഷേ കഴിഞ്ഞ ഈ 5 വർഷം കൊണ്ട് VK ശ്രീകണ്ഠന്റെ എല്ലാവരും 1 മാസവും 1.5 മാസവും പ്രചാരണം നടത്തുമ്പോൾ താൻ ഒരു 5 വർഷമായി പ്രചാരണം നടത്തി വരികയാണെന്നാണ് VK ശ്രീകണ്ഠൻ പറയുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം മണ്ഡലത്തിൽ തന്നെ നിന്നുകൊണ്ട് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിലും മറ്റും എല്ലാം തന്നെ നേരിട്ട് ഇടപെടുകയും വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്ത ഒരാളാണ് VK ശ്രീകണ്ഠൻ. അതുകൊണ്ട് തന്നെ VK ശ്രീകണ്ഠനെ സംബന്ധിച്ചിടത്തോളം വിജയപ്രതീക്ഷ ഏറെയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മോട് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ CPM ക്യാമ്പിലേക്ക് എത്തുമ്പോൾ CPM വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കാരണം CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്, മുതിർന്ന നേതാവാണ് വിജയരാഘവൻ. അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയതോടുകൂടി CPMന്റെ
മുഴുവൻ സംവിധാനങ്ങളും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. അതിൽ നിന്ന് വിട്ട് PK ശശിയും എം പി രാജേഷും AK ബാലനും ഒക്കെ നേരിട്ട് തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി. PK ശശിയും ഉൾപ്പെടെയുള്ളവർ മണ്ണാർക്കാട് മേഖലയിലും സജീവമായി. ഈ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായി തന്നെ ഒരു പഴുതടച്ചുകൊണ്ട് പൂർണ്ണമായും ഒരു വോട്ടുകൾ പോലും അടിയൊഴുക്കില്ലാത്ത രീതിയിൽ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസം CPM-നകത്തുണ്ട്. അതുകൊണ്ട് തന്നെ വിജയസാധ്യത അവർ ഉറപ്പിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം അതിനുശേഷം നടന്ന കൊട്ടിക്കലാശത്തിൽ നമ്മൾ കണ്ട UDF-നും BJP-ക്കുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ, വലിയ തോതിൽ ആൾക്കൂട്ടത്തെ അവിടെ കൊണ്ടുവരാനും നഗരത്തിൽ സ്റ്റേഡിയം ജംഗ്ഷനിൽ വലിയ തോതിൽ തന്നെ കൊട്ടിക്കലാശം നടത്താനും CPM-ന് കഴിഞ്ഞു. അത്രയും വലിയൊരു ശക്തി പ്രകടനമായി മാറ്റാനും കഴിഞ്ഞു. മറ്റൊന്ന് BJP-യാണ്. BJP-ക്ക് വലിയ സാധ്യതകൾ, വിദൂര ഭാവിയിൽ വലിയ സാധ്യതകളുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഒരു പക്ഷേ തൃശ്ശൂരിനേക്കാൾ കൂടുതൽ BJP-ക്ക് സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് വേണം നമുക്ക് പാലക്കാടിനെ വിലയിരുത്താൻ. കാരണം അനുദിനം BJP-യുടെ വളർച്ച കാണുന്ന ഈ പാലക്കാട്ടെ പ്രത്യേകത മലമ്പുഴയിലടക്കം 2 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് വന്നൊരു മണ്ഡലമാണ്. പാലക്കാട് BJP കേരളത്തിൽ ഭരിക്കുന്ന ഏക നഗരസഭ ഉള്ള ഒരു മണ്ഡലമാണ്. ഒപ്പം അവിടെ കൃഷ്ണകുമാർ നമ്മൾ നേരിട്ട് അവിടെ കണ്ടറിഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ജനകീയത എല്ലാവരെയും നേരത്തെ പറഞ്ഞാൽ അറിയാം. അദ്ദേഹം അവിടെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. മലമ്പുഴയിൽ പോലെയുള്ള സ്ഥലത്തൊക്കെ 2ാമത് വന്ന ആളാണ്. നഗരസഭ ചെയർമാനായിരുന്ന ആളാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പക്ഷേ അപ്പോഴും ഇടതു കോട്ട എന്നത് വളരെ പ്രധാനമാണല്ലോ. അവിടുത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ഭരിക്കുന്നത് ഒരു നിയമസഭാ മണ്ഡലം ഒഴിച്ച് ബാക്കിയെല്ലാം BJP LDF-മായി ചേർന്ന് നിൽക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളാണ്. കാലാകാലങ്ങളായി LDF വിജയിച്ചു വരുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ സംഭവിച്ചത് അട്ടിമറി വിജയമെന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇതൊക്കെ മറികടന്ന് വേണം ഒരു സ്ഥാനാർത്ഥിക്ക്, ഒരു BJP സ്ഥാനാർത്ഥിക്ക് ജയിക്കണമെങ്കിൽ അവിടെ ജയിക്കാൻ. ഒപ്പം ശ്രീകണ്ഠനും ഇത്തവണ വിനേഷ് പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ കഴിഞ്ഞ തവണത്തെ പോലെ സുഗമമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? ഒരു നിയമസഭാ മണ്ഡലമല്ല, 2. അതായത് പാലക്കാട് ഷാഫിയും അതുപോലെ തന്നെ മണ്ണാർക്കാട് മുസ്ലിം ലീഗിലെ ഷംസുദ്ദീനുമാണ് അവിടെ UDF-ലെ 2 ആളുകളുള്ളത്. മറ്റൊന്ന് BJP-യിൽ രഞ്ജിത്ത്, അതിൽ BJP-യിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് BJP-യിൽ 2ാം സ്ഥാനത്തേക്ക് 2 മണ്ഡലങ്ങളിൽ, അതായത് പാലക്കാടും മലമ്പുഴയിലൊക്കെ BJP-ക്ക് വലിയ വളർച്ചയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ കോൺഗ്രസിന് വലിയ ക്ഷീണം അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം കൂടിയാണ്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. BJP-യിൽ 2 വിഭാഗം, നമുക്കറിയാം BJP ഒരുപക്ഷെ കേരളത്തിലെ ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും വലിയ തോതിൽ വിഭാഗീയത, ആ വിഭാഗീയതയുടെ ഒരു പ്രതിഫലനം ഏറ്റവും കൂടുതലുള്ളൊരു സ്ഥലം കൂടിയാണ് പാലക്കാട്. കാരണം പാലക്കാട് നഗരസഭയിലെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു പല കാര്യങ്ങളിലും വലിയ തോതിലുള്ള വിഭാഗീയത നിലനിൽക്കുന്നുണ്ട് ഇവിടെ. അതിലൊന്ന് ഈ കൃഷ്ണകുമാറിന്റെ വിഷയത്തിൽ, കൃഷ്ണകുമാറിന് ഒരു വിഭാഗം കൃഷ്ണകുമാറിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ വോട്ടുകൾ അവർ മറിക്കുക, അല്ലെങ്കിൽ UDF-ലേക്ക് വോട്ട് മറിക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്നൊക്കെ തെരഞ്ഞെടുപ്പിന്റെ തലേത് 2 ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചയായിരുന്നു. കാരണം ഈ ശ്രീകണ്ഠൻ ഉണ്ടെങ്കിൽ തന്നെ ശ്രീകണ്ഠനിലേക്കായിരിക്കും വോട്ട് പോവുക. കഴിഞ്ഞ പ്രാവശ്യം 2,18,000 ചില്ലാനം വോട്ടുകളാണ് C കൃഷ്ണകുമാറിന് കിട്ടി. ഇത്തവണ അതൊരു 2.5 ലക്ഷമെങ്കിലും ആക്കി മാറ്റുക എന്നുള്ളതാണ് കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം അതാണുള്ളത്. പക്ഷേ അപ്പോഴും ഈ വോട്ടുകളിൽ അടിയൊഴുക്ക്, ഇപ്പോൾ കൃഷ്ണദാസ്, എതിർപക്ഷത്തുള്ള കൃഷ്ണദാസും ഉൾപ്പെടെ എടുക്കുന്ന വലിയൊരു വിഭാഗം ഇയാളുടെ എതിർപക്ഷത്ത് മറ്റു വിഭാഗത്തിൽ നിൽക്കുന്നുണ്ട് BJP-ക്ക് അകത്ത് തന്നെ. അവരൊരു പക്ഷേ പാലം വലിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ, അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ കൃഷ്ണകുമാറിന് ഉദ്ദേശിച്ച വോട്ട് കിട്ടാനുള്ള സാധ്യതയില്ല. അങ്ങനെ വരികയാണെങ്കിൽ അത് VK ശ്രീകണ്ഠന് വലിയ ഗുണം ചെയ്യും. BJP-ന്ന് വലിയ തോതിൽ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ നിന്നും മലമ്പുഴ മണ്ഡലത്തിൽ നിന്നും വലിയ തോതിൽ അടിയൊഴുക്കുണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ അത് ഉപകരിക്കുക VK ശ്രീകണ്ഠന് തന്നെയായിരിക്കും. അത് CPM-ന് ക്ഷീണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന് ഇടതുകോട്ടയാണ്. ഇടതുകോട്ട രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ പാലക്കാടും മണ്ണാർക്കാടും ഒഴികെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ നിയമസഭാ മണ്ഡലങ്ങൾ, ബാക്കി 5 സ്ഥലത്തും LDF-ന്റെ തേരോട്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രത്തോളം സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഈ പട്ടാമ്പി ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും നമുക്കറിയാം, പട്ടാമ്പിയിലൊക്കെ 70-72% വോട്ടുള്ളൂ. പക്ഷേ പട്ടാമ്പിയിലൊക്കെ UDF-ന് കുറച്ച് സ്വാധീനമുള്ള സ്ഥലങ്ങളുണ്ട്. ഷൊർണൂരിലും കുറച്ച് ഭാഗത്തുണ്ട്. കാരണം ഷൊർണൂർ VK ശ്രീകണ്ഠൻ അത്രത്തോളം സ്വാധീനമുള്ള സ്ഥലമാണ്. അദ്ദേഹത്തിന്റെ നാട് കൂടിയാണ്. അവിടെ കുറച്ച് അദ്ദേഹത്തിന് സ്വാധീനം. പക്ഷേ അതേക്കാൾ കൂടുതൽ പട്ടാമ്പിയിൽ കഴിഞ്ഞ തവണ അതുപോലെ തന്നെ UDF-ലേക്ക് നല്ലൊരു ശതമാനം, LDF-ന്റെ മുഹസിനാണ്, CPL മുഹസിനാണ് അവിടെ MLA എങ്കിൽ പോലും പട്ടാമ്പിയിൽ നിന്ന് UDF-ന് നന്നായി വോട്ട് ലഭിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം അപ്പോൾ ഈ VK ശ്രീകണ്ഠന്റെ ഒരു കണക്കൂട്ടൽ അത് തന്നെയാണ്.
മണ്ണാർക്കാട് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിലെ വോട്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണ ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും, അതുപോലെ തന്നെ മറ്റു ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നം, ഇതൊക്കെ വലിയൊരു ന്യൂനപക്ഷ ഏകീകരണത്തിന് കാരണമായത് നമ്മൾ കഴിഞ്ഞ തവണ 2019 നമ്മൾ കണ്ടതാണ്. പക്ഷേ 2024 എത്തുമ്പോഴത്തേക്ക് ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായും അത്തരത്തിലൊരു ധ്രുവീകരണമൊന്നും സംഭവിക്കാത്ത രീതിയിലാണ് നമ്മൾ കാണുന്നത്. കാരണം അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ ഒരു ഏകീകരണം ശക്തിപ്പെടാത്ത ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് മണ്ണാർക്കാട് എന്നൊക്കെ മനസ്സിലായത്. കാരണം അവർ വലിയ തോതിൽ തന്നെ ഒറ്റക്കെട്ടായി കഴിഞ്ഞ തവണത്തെ ആ ആവേശത്തോടു കൂടി വോട്ട് ചെയ്യാത്തൊരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. വീണ്ടും മോദി വരുന്നു എന്നുള്ള എക്സിറ്റ് പോളുകളും പിന്നെ അഭിപ്രായ സർവേകളും എല്ലാം പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ ആളുകൾക്ക് വോട്ടിനോടുള്ള ഒരു വിരക്തി, ഒരു വിമുഖത ഉണ്ടായിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം കഴിഞ്ഞ തവണത്തെ പോലെ സംഘടിതമായി ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയണം. ഈ വോട്ടിംഗ് ശതമാനം കുറയാനുള്ള ഒരു കാരണത്തിൽ ഒന്നായി നമ്മളത് കാരണം. മറ്റൊന്ന് രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ ഈ പാലക്കാടുള്ള കടുത്ത ഉഷ്ണമാണ്. കടുത്ത ഉഷ്ണത്തിന് വകവെച്ച് അന്ന് തന്നെ 3 പേര് കുഴഞ്ഞു വീണ് മരിച്ച സംഭവങ്ങളുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളും ഒരു കാരണമായിട്ടുണ്ട്. മറ്റൊന്ന് ഈ വോട്ടർ പട്ടികയിൽ ഡബിളിംഗ് പല സ്ഥലത്തും ഇരട്ട വോട്ടുകളൊക്കെ വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പല സ്ഥലത്തും. അപ്പോൾ അത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ള രീതിയിലേക്ക് ഉള്ളത് 2-3 സ്ഥലങ്ങളിൽ വരുന്നവരുടെ പേരുകൾ വരുമ്പോൾ അത് ശതമാനത്തിലെ പ്രശ്നങ്ങൾ വരികയും അങ്ങനെ ശതമാനം കുറയാനുള്ളൊരു സാധ്യത കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു അവസ്ഥ തന്നെയാണ് എന്തായാലും പാലക്കാടുള്ളത്. ഇടതുപക്ഷം വലിയ വിജയപ്രതീക്ഷയിലാണെങ്കിലും കണക്കുകളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തോട് തന്നെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിനേഷ്, നമുക്കറിയാം അവിടുത്തെ ഏറ്റവും ജനകീയനായ കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിലാണ്. ഷാഫിയുടെ അസാന്നിധ്യം വലുതായിരുന്നു അവിടെ. കാരണം ഷാഫി വടകരയിൽ മത്സരിക്കാൻ പോയ പശ്ചാത്തലം, അത് ശ്രീകണ്ഠൻ അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഷാഫി പറമ്പിലിന്റെ ഒരു അസാന്നിധ്യം, ഷാഫി പറമ്പിൽ എന്തായാലും ശ്രീകണ്ഠന് വേണ്ടി പ്രവർത്തിക്കേണ്ട ആളാണ്, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഓടി നടക്കേണ്ട ആളാണ്. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രീകണ്ഠനും ഷാഫിയും രണ്ട് ഗ്രൂപ്പിൽ നിൽക്കുന്ന ആളുകളാണ്. അത്തരം ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒറ്റക്കെട്ടായി അവർ രണ്ടുപേരും കൂടെ തോളോട് തോൾ ചേർന്നുകൊണ്ട് ഒരു പ്രവർത്തനം നടത്തുന്നതൊന്നായിട്ട് നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. രണ്ടാളും 2 ഗ്രൂപ്പിന്റെ ഭാഗമാണ്. അതിൻ്റെതായ ഒരു അകൽച്ചകളും അടുപ്പവും ഒക്കെ അവർക്കിടയിലുണ്ട്. എങ്കിൽ പോലും രണ്ടുപേരും ജനകീയരാണെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പാലക്കാട് പോലുള്ള ഹിന്ദു വോട്ടർമാർ കൂടുതലുള്ള ബഹുഭൂരിപക്ഷം എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ജാതി സമവാക്യങ്ങൾ വലിയൊരു ഘടകമാണ്. പ്രത്യേകിച്ച് സവർണ വിഭാഗങ്ങൾ, പിന്നെ നായർ, മേനോൻ, തമിഴ് ബ്രാഹ്മൺസ് ഉണ്ട്. ഇപ്പോൾ ഈ കൽപ്പാത്തി ഭാഗത്തൊക്കെ ഷാഫിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരുന്നത് കൽപ്പാത്തിയിലെ ബ്രാഹ്മണർക്കിടയിൽ നിന്നാണ്. അപ്പോൾ നമുക്കിപ്പോൾ വടകരയിലൊക്കെ ഷാഫി വർഗീയതവാദിയാണ്, വർഗീയത പടർത്തിയാണ് വോട്ട് വാങ്ങിച്ചത് എന്നൊക്കെയുള്ള രീതിയിലുള്ള എതിർപക്ഷത്തിന്റെ പ്രചാരണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യത്തിൽ ചിരിയാണ് വരുന്നത്. കാരണം പാലക്കാട്ടുകാർക്ക് അറിയാം ഷാഫി എങ്ങനെയാണ്. ഷാഫി എല്ലാ വിഭാഗങ്ങളോടും ഒരേ അനുഭവം പുലർത്തിയിരുന്നല്ലോ. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നാണ് VK ശ്രീകണ്ഠനും ഈ ഒരു ബന്ധം ഷാഫിയെ പോലെ തന്നെ അടിത്തട്ടിൽ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പരമാവധി 5 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞു. കാരണം DCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന VK ശ്രീകണ്ഠൻ അല്ല, കഴിഞ്ഞ 5 വർഷക്കാലം MP ആയതിനു ശേഷമുള്ള ശ്രീകണ്ഠൻ. തീർച്ചയായും അതാണ് സാഹചര്യം. എന്തായാലും ശ്രീകണ്ഠന്റെ ജനകീയത ഒട്ടും കുറച്ച് കാണാൻ സാധിക്കില്ല. മറുവശത്ത് LDF മണ്ഡലം എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. BJP അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി നിസ്സാരക്കാരനല്ല. അങ്ങനെ പാലക്കാട്ടെ മത്സരവും പ്രവചനാതീതമാവുകയാണ്. S വിനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നാളെ